മിനിഞ്ഞാന്ന് രാത്രി ഇയാൾ ഇവിടെ വന്നിരുന്നോ? ഉവ്വ് സർ. എത്ര മണിക്ക്? ഒരു 8:30 കാണും. തനിക്കതെങ്ങനെ കൃത്യം പറയാൻ പറ്റും? 8 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയത്. എപ്പോ തിരിച്ചുപോയി? ഒരു 10 മണിയായി കാണും. ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ, ഒറ്റയ്ക്കായിരുന്നു. ഇയാൾ ഇവിടെ സാധാരണ വരാറുണ്ടോ? ഇല്ല സർ, വല്ലപ്പോഴൊക്കെ വരും. മേനോൻ ബാറിൽ ചെന്ന് 8 മണി കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഡെഡ് ബോഡി പാളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ബാറിൽ ചെല്ലാൻ നേരമുണ്ടെന്ന്. മേനോനെ ഏതായാലും കസ്റ്റഡിയിൽ എടുക്കണം. യെസ് സർ. ഹലോ മത്തായി, തനിക്ക്? ഹലോ, അതെ. ഓഹോ, അങ്ങനെയാണല്ലേ. ശരിക്കും അന്വേഷിച്ചോ? അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ. ചേട്ടാ സാർ, ആ വേലക്കാരി അന്ന് അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. ഐ സി. ശരി, താൻ പൊയ്ക്കോ. മേനോനോട് ഫിംഗർ പ്രിന്റ് വേണമെന്ന് പറയണം. അപ്പോ അയാൾ ആകെ ഒന്ന് പരുങ്ങും. അവിടെ തന്നെ വെച്ചൊന്ന് വരട്ടിയിട്ട് കൊണ്ടുവന്നാ മതി. യു ലെറ്റ് ടു ഷേക്ക് ഹിം തറലി. യെസ് സർ. എസ് പി ഹിയർ. യെസ്. ആ കാറിന്റെ വിൽപ്പാട് തന്നെയാണല്ലേ? ആ ഹോം അടിക്ക്. മേനോനില്ലേ? ഉണ്ട്, വിളിക്കാം. വരൂ, ഇരിക്കൂ. ഹലോ. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. എന്തായി? ആ മിഷ്യൻ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. അവിടെ എന്താ? ആരും അങ്ങോട്ട് പോകാറില്ല. മേനോനും ഇല്ല, അത് പൂട്ടിയിട്ടിരിക്കുക. താക്കോൽ എവിടെയാണോ? താക്കോലൊക്കെ കിട്ടി. അവിടെ ചില വിരലടയാളങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് കൂടി എടുക്കണം. എന്റെ ഫിംഗർ പ്രിന്റ്സോ? അതിനാ? മിനിഞ്ഞാൻ നിങ്ങൾ കൊല്ലത്തായിരുന്നു എന്ന് പറഞ്ഞത് നുണയല്ലേ? അന്ന് മുഴുവൻ നിങ്ങൾ മെഷീൻ റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? മിനിയെ കൊന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ റാം മോഹനാണ് മിനിയെ കൊന്നതെന്ന് ഫോൺ ചെയ്തത് നിങ്ങളാണ്. You are under arrest.